സംസ്ഥാന ബജറ്റിനെ സ്വാഗതം ചെയ്ത വ്യവസായ ലോകം. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് വലിയ പ്രതീക്ഷ നൽകുന്നതെന്ന് വ്യവസായികൾ. 1973.51 കോടി രൂപയാണ് വ്യവസായ മേഖലയ്ക്കായി ബജറ്റിൽ മാറ്റിവെച്ചത്. 1973 കോടി 51 ലക്ഷം രൂപയാണ് ബജറ്റിലൂടെ വ്യവസായ മേഖലയ്ക്കായി മാത്രം മാറ്റിവെച്ചത്. അനുബന്ധ മേഖലകൾക്ക് ആവശ്യമായ പണം കണ്ടെത്തുവാനും ബജറ്റിലൂടെ സാധിച്ചതോടെ വ്യവസായികൾ വലിയ പ്രതീക്ഷയിലാണ്. കയറ്റുമതിക്കും ഇറക്കുമതിക്കും വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന പ്രഖ്യാപനമാണ് ഉണ്ടായതെന്ന് വ്യവസായികൾ. ഇന്നത്തെ ബഡ്ജറ്റ് വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയിട്ട് ഏകദേശം വിഴിഞ്ഞം പദ്ധതിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് ഏകദേശം 1000 കോടിയോളം രൂപ കണ്ടിട്ടുള്ളതും, കൂടാതെ MC റോഡിന് വേണ്ടിയിട്ട് ഏകദേശം 6000 കോടി രൂപ റോഡ് വികസനത്തിന് വേണ്ടിയിട്ടും കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചോളം കേരളത്തിൻ്റെ വികസനത്തിനും അതേപോലെ തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് മേഖലയിലും നമ്മളെ കേരളത്തിലെ പ്രൊഡക്ട്സുകൾ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനും അവിടെ നിന്ന് ഇങ്ങോട്ട് റോ മെറ്റീരിയൽസ് കൊണ്ടുവരാനും ഒക്കെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഫുഡ് ഇൻഡസ്ട്രീസിൽ, അതായത് നമ്മുടെ ഫുഡ് ഐറ്റംസിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ലബോറട്ടറികൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അതിനും ഫണ്ട് കണ്ടിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ കേരളത്തിനൊരു ഉണർവുണ്ടാകുന്ന ഒരു ബഡ്ജറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫുഡ് പ്രൊഡക്ട്സിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് വേണ്ടി ബജറ്റിൽ പണം കണ്ടെത്തിയതും പ്രതീക്ഷ നൽകുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാഗമായി 1000 കോടിയോളം മാറ്റിവെച്ചതും വ്യവസായ മേഖലയ്ക്ക് ഗുണം ചെയ്യും. MC റോഡ് വികസനം വരുന്നതോടെ വിഴിഞ്ഞം തുറമുഖത്തെ കൂടുതലായി ഉപയോഗിക്കാൻ സാധിക്കും. പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ വ്യവസായ മേഖലയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചുവെന്ന് വ്യവസായികൾ പറയുന്നു. സംസ്ഥാനത്ത് പുതുതായി 4 ലക്ഷത്തോളം സംരംഭങ്ങൾ ആരംഭിക്കുവാനും ഇതിലൂടെ 7.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെ പരിഗണന ഇത്തവണത്തെ ബജറ്റിലും ലഭിച്ചു എന്ന ആശ്വാസത്തിലാണ് വ്യവസായികൾ. കൈരളി ന്യൂസ്, കൊച്ചി.